we have completed the first three steps of design of Sarda Fall. Now moving on to step 4. Step 4 is design of impervious floor. Design of impervious floor. അപ്പോൾ ക്വസ്റ്റ്യനിൽ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു, you have to design using Bly's theory and check using Kosla's theory. Design using Bly's theory and check using Kosla's theory. So how will you design impervious floor? Seepage head. So design is using Bly's theory. Seepage head HS is equal to small d, which we have calculated as 2.44 meter. Then in the question it is given Bly's coefficient equal to 8. Question il thannittund. Now according to Bly's theory, length of impervious floor or creep length is given by Bly's coefficient C into seepage head HS. അപ്പോൾ ഇവിടെ എത്ര വരും? 8 into 2.44, that is 19.52 meter. 19.52 meter. നമ്മൾ Bly's theory യിൽ പഠിച്ചിട്ടുണ്ട് ഈ കാര്യം. Seepage head ന്റെ കൂടെ Bly's coefficient multiply ചെയ്യുമ്പോൾ you will get the length of impervious floor or creep length. അതാണ് total creep length. Now provide, നമ്മൾ cut off provide ചെയ്യും. Provide upstream cutoff of depth d1 equal to 1 meter and downstream cutoff of depth d2 is equal to 1.6 meter. നമ്മൾ പ്രൊവൈഡ് ചെയ്യാന്ന് പറഞ്ഞാൽ എഴുതുന്നു. അപ്പോൾ vertical creep length എത്രയായിരിക്കും? നമുക്കറിയാം Bly's theory നമ്മൾ പഠിച്ചു, creep length എന്ന് പറയുമ്പോൾ horizontal floor lengthും പിന്നെ കട്ട് ഓഫ് പൈൽ കൊടുത്തിട്ടുണ്ടെങ്കിൽ അതിന്റെ 2 ടൈംസ് ആയിരിക്കും. കാരണം പൈലിന്റെ രണ്ട് സൈഡ് നമ്മൾ എടുക്കണം. സോ ഇവിടെ രണ്ട് കട്ട് ഓഫ് ഉണ്ട്, അപ്സ്ട്രീം കട്ട് ഓഫ് ഡൗൺ സ്ട്രീം കട്ട് ഓഫ് ഉണ്ട്. അതിന്റെ ഡെപ്തിന്റെ ടോട്ടൽ എത്ര? 1 മീറ്റർ പ്ലസ് 1.6 മീറ്റർ. അതിന്റെ 2 ടൈംസ്, അതായത് നമ്മൾ Bly's theory പറഞ്ഞു അപ്പുറവും ഇപ്പുറവും എടുക്കണം, രണ്ട് സൈഡ് പൈലും എടുക്കണം. സോ 2 ടൈംസ് 1 പ്ലസ് 1.6 എത്ര വരുന്നു? 5.2 meter. So horizontal creep length or length of horizontal floor. Horizontal creep length or length of horizontal floor. മൊത്തത്തിൽ എത്ര ലെങ്ത് വരും? ആദ്യം കണ്ടുപിടിച്ചു horizontal floor എത്ര വരും? നമ്മൾ ടോട്ടൽ പറഞ്ഞ 19.52 ൽ നിന്ന് vertical creep length subtract ചെയ്യണം. That is 19.52 minus 5.2. You will get 14.32 meter. അപ്പോൾ നമ്മൾ ഇവിടെ നമുക്ക് 14.32 വേണം, ഇത് കുറയാൻ പാടില്ല. We need 14.32 meter for horizontal floor length. Horizontal floor length 14.32 meter provide ചെയ്യണം. We are going to provide 15 meter length for horizontal floor.
നിങ്ങൾ ഡിസൈൻ ചെയ്യുമ്പോൾ എന്തെങ്കിലും ഇതുപോലെ ലെങ്ത് ഒക്കെ വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഡിസൈൻ ചെയ്ത് കിട്ടുന്ന വാല്യൂ എങ്കിലും നമ്മൾ പ്രൊവൈഡ് ചെയ്യണമെന്നാണ്. അപ്പൊ അതിനേക്കാളും കൂടിയാലും പ്രശ്നമില്ല, കുറയാൻ പാടില്ല. അതേസമയം സ്പേസിംഗ് ഒക്കെ ചില സമയത്ത് സ്പേസിംഗ് ഒക്കെയാണ് കണ്ടുപിടിക്കുന്നതെങ്കിൽ ഇപ്പം 0.48 എന്ന സ്പേസിംഗ് പറയുന്നു. ഇനി നിങ്ങൾ 0.4 സ്പേസിംഗിന്റെ കേസിൽ നമ്മൾ കുറച്ചായിരിക്കും റൗണ്ട് ചെയ്യുന്നത്. കാരണം എന്താണെന്ന് വെച്ചാൽ സ്പേസിംഗ് കൂടാന്ന് പറഞ്ഞാൽ നമ്മൾ വെക്കുന്ന സ്ട്രക്ചറിന്റെ എണ്ണം കുറയും. അപ്പൊ സ്പേസിംഗ് ഒക്കെ പ്രൊവൈഡ് ചെയ്യുന്ന സമയത്ത് നമ്മൾ ചെറിയ നമ്പറിലോട്ട് റൗണ്ട് ചെയ്യും. വേറെ ഇതുപോലെ ലെങ്ത് ഒക്കെ ആണെങ്കിൽ നമ്മൾ ഹയർ നമ്പറിലോട്ടായിരിക്കും റൗണ്ട് ചെയ്യുന്നത്. കൂടുതൽ ഫ്ലോർ ലെങ്ത് കൊടുക്കുന്നതായിരിക്കും ഫ്ലോർ ലെങ്ത് കുറയുന്നതിനേക്കാളും നല്ലത്. അപ്പൊ 14.32 എന്തായാലും വേണം. Now we are providing 15. നമ്മൾ ഈ ആക്ച്വൽ ഡിസൈൻ ഒക്കെ ചെയ്യുമ്പോൾ റൗണ്ട് ഫിഗേഴ്സിലായിരിക്കും മെഷർമെന്റ്സ് യൂഷ്വലി. ലെവൽ ഡിഫറൻസിൽ നമുക്ക് അധികം ഒന്നും ചെയ്യാൻ പറ്റില്ല. പക്ഷെ ഇതുപോലെ ഡയമെൻഷൻസ് ഒക്കെ നമ്മൾ മാക്സിമം ഇങ്ങനെ എന്താണ് പ്രോപ്പർ നമ്പേഴ്സിൽ നമ്മൾ പ്രൊവൈഡ് ചെയ്യാറുള്ളൂ. സോ ഡിസൈൻ ഓഫ് ഇംപെർവിയസ് ഫ്ലോർ നമ്മളിപ്പോ എന്ത് കണ്ടുപിടിച്ചു? ഹൊറിസോണ്ടൽ ഫ്ലോറിന്റെ ലെങ്ത് വരെ കണ്ടുപിടിച്ചു. ഈ മിനിമം ലെങ്ത് ഓഫ് ഡൗൺ സ്ട്രീം ഫ്ലോർ, ഡൗൺ സ്ട്രീമിൽ വരുന്ന ഫ്ലോറിന്റെ മിനിമം ലെങ്ത്, അതിനൊരു ഫോർമുല ഉണ്ട്. What's the formula? 2 times d plus 1.2 plus HL. Substitute 2 into 1.8 plus 1.2 plus HL, that is 1.5. Calculate you will get 7.5 meter. 7.5 meter getty. So we are providing 8 meter length for downstream floor. Calculate ചെയ്തപ്പോൾ 7.5 meter കിട്ടി. നമ്മൾ 8 meter length provide ചെയ്യുന്നു. Provide 8 meter length for downstream floor. Next is length of upstream floor below crest. എത്ര വരും? ടോട്ടൽ ഫ്ലോർ ലെങ്ത് 15 ഉണ്ട്, ഡൗൺ സ്ട്രീമിൽ 8 കൊടുക്കണം. സോ 15 minus 8, that is 7 meter. Upstream floor length of upstream floor below crest is 15 minus 8. How? Here, as per Bly's theory, we have found out total length of horizontal floor is 15 meter, from which 8 meter will be provided in the downstream. 8 meter length will be provided for downstream floor. So rest will be the length of floor below crest. So 15 meter minus 8 meter. Total 15 meter on the horizontal floor. Downstream floor 8 meter കൊടുക്കുന്നു. So ബാക്കി എത്രയുണ്ട്? 15 minus 8, 7 meter. Therefore, total creep length. As per Bly's theory, total creep length എത്ര വരും? Horizontal floor in the length 15 plus 2 times depth of cutoff. That is 2 times 1 plus 1.6. 20.2 meter. Vertical creep length ഉം horizontal creep length കൂടെ ആഡ് ചെയ്യണം. ഇവിടെ horizontal creep length 14.32 ആണെങ്കിൽ നമ്മൾ horizontal floor length ഇപ്പോൾ കൊടുക്കുന്നത് 15 ആണ്. 15 plus 2 times 1 plus 1.6. ഇത് കട്ട് ഓഫിന്റെ ഡെപ്ത് ആണ് 1 and 1.6. സോ സീപ്പേജ് ഹെഡിൽ നിന്നും സീപ്പേജ് ഹെഡും ബ്ലൈസ് കോഎഫിഷ്യന്റ് ഉപയോഗിച്ച് ആദ്യം ടോട്ടൽ ക്രീപ്പ് ലെങ്ത് അല്ലെങ്കിൽ ലെങ്ത് ഓഫ് ഇംപെർവിയസ് ഫ്ലോർ കണ്ടുപിടിക്കും. അതിൽ നിന്ന് നമ്മൾ പിന്നെ എന്താ ചെയ്യുന്നത്? അപ്സ്ട്രീം കട്ട് ഓഫും ഡൗൺ സ്ട്രീം കട്ട് ഓഫിന്റെ ഡെപ്ത് മെൻഷൻ ചെയ്തിട്ട് നമുക്ക് ടോട്ടൽ വെർട്ടിക്കൽ ക്രീപ്പ് ലെങ്ത് കണ്ടുപിടിക്കാം. അപ്പോൾ ടോട്ടൽ ഇംപെർവിയസ് ഫ്ലോർ ലെങ്ത്തിൽ നിന്ന് വെർട്ടിക്കൽ ക്രീപ്പ് ലെങ്ത്, അതായത് ടോട്ടൽ ക്രീപ്പ് ലെങ്ത്തിൽ നിന്നും വെർട്ടിക്കൽ ക്രീപ്പ് ലെങ്ത് സബ്ട്രാക്ട് ചെയ്യുമ്പോൾ യു വിൽ ഗെറ്റ് ഹൊറിസോണ്ടൽ ക്രീപ്പ് ലെങ്ത്.
അത് റൗണ്ട് ചെയ്ത് we are providing length for horizontal floor. ഇനി next we are calculating minimum length for downstream floor. downstream ഫ്ലോറിന് മിനിമം എത്ര ലെങ്ത് വേണമെന്ന് കിട്ടും. അതിന്റെ ബാക്കി അപ്പോൾ ടോട്ടൽ ഫ്ലോർ ലെങ്ത് 15ഉം ഡൗൺസ്ട്രീമിൽ മിനിമം 7.5 നമ്മൾ അത് 8 പ്രൊവൈഡ് ചെയ്യുന്നു. എങ്കിൽ ബാക്കിയുള്ളത് ക്രസ്റ്റിന്റെ താഴെ അപ്സ്ട്രീമിൽ വരും. അത് എത്രയായിരിക്കും? 15 minus 8 7 meter. Then total creep length കണ്ടുപിടിക്കും. That is horizontal floor length plus 2 times plus vertical creep length. That is 15 plus 2 times sum of depths of upstream and downstream cut off. ഇനി നമ്മൾ ഈ സ്റ്റെപ്പിൽ ഇനി നമ്മളിപ്പോൾ ഫ്ലോറിന്റെ ലെങ്ത് ഒക്കെയായി. ഇനി നമുക്ക് ഫ്ലോറിന്റെ തിക്നെസ് കണ്ടുപിടിക്കണം. അത് നമ്മൾ ആസ് പെർ ബ്ലൈസ് തിയറി ആയിരിക്കും ചെയ്യുക. Then in next step we will check using Hosel's theory. So fourth step itself we are going to find out thickness of impervious floor. Thickness of impervious floor. Here the upstream pressure at upstream side will be counterbalanced by water head. Upstream pressure at upstream side adine add counterbalance say water head will counterbalance. It will be counterbalanced by water head. The upstream pressure which at the upstream side will be counterbalanced by water head. Therefore provide minimum thickness of 0.4 meter. അപ്പോൾ upstream ഫ്ലോറിന് മിനിമം thickness 0.4 meter കൊടുക്കും. ഈ ബ്ലൈസ് തിയറിയിൽ ഫ്ലോർ thickness കണ്ടുപിടിക്കാനുള്ള ഫോർമുല എന്താ? T is equal to h by g minus 1. അതിൽ സീപ്പേജ് ഹെഡ് h എങ്ങനെ കണ്ടുപിടിക്കാം? h is the seepage head which is equal to 2.44 into 1 minus upstream length plus 2 into upstream cut-off length divided by total length plus x. x എന്ന് പറയുന്നത് depth of cistern. x is the depth of cistern. നമ്മൾ കണ്ടുപിടിച്ചിട്ടുണ്ട് 0.31 meter എന്ന് കണ്ടുപിടിച്ചിട്ടുണ്ട്. So let us substitute. We'll get 2.44 into 1 minus upstream floor length is 7 plus upstream cutoff 2 into 1 divided by total length is 20.2 plus 0.31. You will get 1.663 meter. 1.663 meter. So thickness required എത്രയായിരിക്കും? Thickness required will be 1.663 divided by specific gravity is 2.24 minus 1. 1.34 meter. So the thickness required is 1.34 meter. So we will provide, therefore provide 1.4 meter thick, provide 1.4 meter thick cement concrete floor .4 meter thick cement concrete floor overlaid by by 0.2 meter thick
brick pitching, 0.2 meter thick brick pitching which provides additional safety. നമ്മൾ തിക്നെസ് കണ്ടുപിടിച്ചു, സീപ്പേജ് ഹെഡ് കണ്ടുപിടിച്ചിട്ട് തിക്നെസ് കണ്ടുപിടിച്ചു. റിക്വയർഡ് തിക്നെസ് 1.34 മീറ്റർ എന്ന് കിട്ടി. സോ അത് നമ്മൾ റൗണ്ട് ചെയ്ത് വി ആർ ഗോയിങ് ടു പ്രൊവൈഡ് 1.4 മീറ്റർ തിക് സിമെന്റ് കോൺക്രീറ്റ് ഫ്ലോർ ആൻഡ് ദിസ് ഫ്ലോർ വിൽ ബി ഓവർലേഡ് ബൈ 0.2 മീറ്റർ തിക് ബ്രിക്ക് പിച്ചിങ് വിച്ച് വിൽ പ്രൊവൈഡ് അഡീഷണൽ സേഫ്റ്റി. ഇനി ഡൗൺ സ്ട്രീം എൻഡിലെ ഫ്ലോറിന് at downstream end provide minimum thickness of 0.6 meter and 0.2 meter thick brick pitching. എന്താണ് ചെയ്തത്? ഡൗൺ സ്ട്രീമിൽ നമ്മൾ മിനിമം തിക്നെസ് ഓഫ് 0.6 മീറ്റർ കൊടുക്കും ഡൗൺ സ്ട്രീം എൻഡിൽ. അതിനെ 0.2 മീറ്റർ തിക്ക് ബ്രിക്ക് പിച്ചിങ് ഓവർലേ ചെയ്യുന്നുണ്ട്. നോ പിന്നെ ഒരു പോയിന്റ് കൂടെ പറയേണ്ടത് ദ ഫ്ലോർ തിക്നെസ് അറ്റ് ഇന്റർമീഡിയറ്റ് പോയിന്റ്സ് മേ ബി വേരിഡ് ആസ് പെർ റിക്വയർമെന്റ്സ് ഓഫ് അപ്ലിഫ്റ്റ് പ്രഷർ. സോ ആസ് പെർ uplift pressure requirements, floor thickness at intermediate points may be varied. അതായത് നമ്മൾ അപ്ലിഫ്റ്റ് പ്രഷർ കണ്ടുപിടിച്ചിട്ട് അതിനനുസരിച്ച് ഇന്റർമീഡിയറ്റ് പോയിന്റ്സിലെ ഫ്ലോർ തിക്നെസ് നമുക്ക് വേരി ചെയ്ത് കൊടുക്കാം. അപ്ലിഫ്റ്റ് പ്രഷർ അനുസരിച്ച് ഇന്റർമീഡിയറ്റ് പോയിന്റ്സിലെ ഫ്ലോർ തിക്നെസ് നമുക്ക് വേരി ചെയ്ത് കൊടുക്കാം. സോ സ്റ്റെപ്പ് 4 ഡിസൈൻ ഓഫ് ഇംപെർവിയസ് ഫ്ലോർ നമ്മൾ ചെയ്തു കഴിഞ്ഞു. ഇത്രയും ചെയ്തത് ബേസ്ഡ് ഓൺ ബ്ലൈസ് തിയറി. സ്റ്റെപ്പ് 4 എൻറ്റയർലി ബേസ്ഡ് ഓൺ ബ്ലൈസ് തിയറി.